ഡേ വരുന്നുണ്ടോ അവിടെ അങ്ങോട്ട് പണിക്ക്? വൈകിട്ട് നീ പൊറോട്ടയോടെ പഞ്ചാര ഇനി ഉറക്കം നീ. ആ 400 600. നമസ്കാരം. ഒരു 300 രൂപയ്ക്ക്. 300? ആ 300 മതി സാറേ. 300 മതി. 300 മതി. 500 ആക്കിയാലോ? 500 വേണ്ടെന്ന്. അല്ല നല്ല എണ്ണയാണ്, അതുകൊണ്ടാണ്. നല്ല എണ്ണ നല്ല പമ്പിൽ നല്ല ശുദ്ധമായ പനിനീരെണ്ണ, അതുകൊണ്ടാണ് പറഞ്ഞത്. 500 പനിനീരെണ്ണേ? ആ അതാണ് ഇവിടുത്തെ പ്രത്യേകത. ആണോ? 500 അല്ലേ? എന്താണെങ്കിലും 300 മതിയോ? ആ പെട്ടെന്ന് പറ. എന്താ അത്? ചീറ്റു. ആ ഇവിടുത്തെ എണ്ണയുടെ പ്രത്യേകത. പക്ഷെ നല്ല എണ്ണ കേട്ടോ, പരിശുദ്ധമായ എണ്ണയാണ്. 500 അടിക്കട്ടെ? 300 രൂപയ്ക്ക് മതിന്നേ. ചേട്ടൻ്റെ വീട് എവിടെയാ? വീട് ചോറ്റാനിക്കര. ചോറ്റാനിക്കരയാണോ? വേറെ വണ്ടിയൊന്നും ഇല്ല വീട്ടില്? വേറെ 2 ബൈക്കും 1 കാറും ഉണ്ട്. എടുത്തോണ്ട് പോരാ, നമുക്ക് നേരത്തെ അടിക്കാന്ന്. നേരത്തെ അടിക്കാൻ കാശുണ്ട്. ആ കാശില്ലേ? കാശില്ലെങ്കിൽ എത്രയൊക്കെ അടിക്കത്തുള്ളൂ. കാശെടു. ഇനി സമയമുണ്ട്. 500 രൂപ തന്നെ 200 കൂടെ അടിച്ചു ഇല്ല. വേണ്ട, നിങ്ങൾ പറഞ്ഞ JCB കണ്ടില്ലേ? നമ്മൾ രാവിലെ ഇറങ്ങി ഉള്ള എണ്ണടിയാണ്. എന്നിട്ടാണ് ഇങ്ങനെ കിടക്കുന്നത്? അല്ല അത് കുറച്ചു നേരം വീണ്ടും വീണ്ടും വരും. ഭയങ്കര സ്നേഹം ഈ പമ്പ് ഇട്ടത്. അതെ അത് നല്ല പെട്രോൾ ആവത്തില്ല. നിങ്ങളുടെ 200 രൂപ അടിക്കട്ടെ? വേണ്ട 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 വേണ്ട. 200 കൂടെ 300 രൂപ ബാലൻസ്. ബാലൻസ്. പിന്നെ നമ്മുടെ ഈ ഒരു പമ്പിന്റെ ഒരു പ്രത്യേകതയാണ്, വരുന്നവർക്കല്ല നമ്മൾ സ്പ്രേ അടിച്ചു കൊടുക്കും. ഇതെന്ത് പെട്രോളിന്റെ വേണം? അത് ഇടയ്ക്ക് മിക്സ് ചെയ്തതാ. പിന്നെ വേറൊരു കാര്യമുണ്ട്, അഥവാ നിങ്ങൾ ചാർജ് ഇല്ലാതെ വരും, നമ്മൾ ചാർജ് ചെയ്ത് കൊടുക്കും. പിന്നെ അങ്ങനെ പല പരിപാടി ഉണ്ട്. എന്നാൽ 200 കൂടെ അടിക്കട്ടോ? വേണ്ട വേണ്ട വേണ്ട. 200 കൂടെ ബാലൻസ്. പേരെങ്ങനെയായിരുന്നു? പോണോന്ന് പേര് യദു. മറ്റേ ഇവിടെ നിങ്ങൾ വർക്കെന്തുവാ? വർക്ക് അങ്ങനെ പ്രത്യേകിച്ച് വർക്കൊന്നും ഇല്ല. വർക്കൊന്നും ഇല്ലല്ലേ? പെട്രോൾ പമ്പ് ജോലി ഉണ്ടെന്ന് മേടിച്ചു. ആ ചെല് 200 കൂടെ അടിക്കായിരുന്നു. വേണ്ട, ആളെ വിട്. ഇവിടെ വരുന്നോ നീ? എനിക്ക് ഒറ്റ കിടന്ന് പണിയെടുക്കാൻ. അല്ലെ നീ പൈറ്റ് പൊറോട്ടയോടെ പഞ്ചാര ഇതിനുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ബീഫ്രൈ വേണോ? ഒന്നുമില്ല, ഇവിടെ നിന്റെ സുമേഷ് മാമനെ കൊണ്ട് പണിയെടുക്കാൻ പണിയെടുക്കണം. എടാ കണ്ണനാടാ വിളിച്ചത്. രമേശാ കണ്ണനാ വിളിച്ചതെന്ന്. അവൻ എന്നെ ഭയങ്കര മിസ് ചെയ്യുന്നു. ഓ ചേട്ടത്തെ മിസ് ചെയ്യുന്നു പറഞ്ഞ് കണ്ണൻ വിളിച്ചത് ഞാൻ സമ്മതിച്ചേനെ. പെട്രോൾ പമ്പ് ആയിപ്പോയി. വീട്ടിലായിരുന്നെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ ചൂടോടെ തന്നെ. ആരല്ല നീ തണുപ്പോടെ വന്നാലും കുഴപ്പമില്ല. ഞാൻ വീട്ടിൽ കൊണ്ട് ചൂട് ചട്ടിക്കകത്തിട്ട് പൊരിച്ചിരുന്നോ? ചൂട് ചട്ടിക്കകത്തിട്ട് ഒരു ജോലിക്ക് കയറിയിട്ട് നിന്റെ അളിഞ്ഞ കോമഡിക്ക് ഒരു മാറ്റം ഇല്ലല്ലോടാ. ഒരു മാറ്റവും ഇല്ല. ഇടി നീ നോക്കിക്കോ, നാളെ മുതൽ ഞാൻ ഈ പമ്പിന്റെ ഓണറാവും. നോക്കിയിരുന്നാ മതി. നാളെ രാവിലെ 10 മണിയാകുമ്പോൾ നീ ആയിരിക്കും പമ്പിന്റെ ഓണർ. വാവ്, സുമേഷ് പമ്പിന്റെ ഓണർ. ഞാനേ ഇവിടെ വരുന്ന കസ്റ്റമർക്ക് സാർ, താങ്കൾ, നിങ്ങളൊക്കെ ഒന്ന് വിളിച്ച് സ്നേഹത്തോടെ പെരുമാറുന്ന എന്തുകൊണ്ടാ? എന്തുകൊണ്ടാണെന്നറിയാമോ? എത്ര? നമസ്കാരം സാർ. ഒരു 50 രൂപ പെട്രോൾ. 50? പേരെന്താണ് സാറിന്റെ? 50 ഞെക്കണ്ടേ? 50 100 50 മതിയല്ലേ? 50 എവിടെ വീട് സാറിന്റെ? തൃപ്പൂണിത്തറ അല്ലേ? 100 അടിച്ചാ? 50 മതി. ഇവിടെ അപ്പുറത്താ പൈസ മേടിച്ചോ? പോയി ഞാൻ പറഞ്ഞു നോക്കിക്കൊണ്ട് എണ്ണ അടിക്കാൻ നിൽക്കും. ഹിന്ദിക്കാരനെ കൂടെ അടി വാങ്ങിച്ചു. നീ മര്യാദ നിന്നാ പൈസ മേടിക്കായിരുന്നു. അതെ ഞാൻ മര്യാദ. നീ എന്താ പൈസ വാങ്ങിക്കുന്നത്? ഞാൻ അവിടെ എണ്ണ അടിച്ചോണ്ടിരുന്നല്ലോ. അപ്പൊ അമ്മ എടുത്ത് പോയോണ്ടല്ലേ ഞാൻ പെട്രോൾ അടിച്ചു. നീ ഡീസലാണോ അടിച്ചു കൊടുത്തേ? ഇല്ല സാരമില്ല, നമുക്ക് പൈസ ഒന്നുമില്ല. അവൻ നീ വരത്തില്ല. എന്റെ ദൈവമേ, നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാ സുമേ? എണ്ണയില്ല വിട്ടോ. ചുമ്മാ നീ പെട്രോൾ പമ്പിന്റെ ഓണർ ആവണമെന്നൊക്കെ പറഞ്ഞിട്ട് എണ്ണയില്ലെന്ന് പറഞ്ഞു വിടുന്നു. ഓണറാവാൻ വേണ്ടിയാണ് ഞാൻ ഈ ജോലി തിരഞ്ഞെടുത്തത്. അല്ലാതെ വേറെ ജോലി ഇട്ടാഞ്ഞിട്ടൊന്നുമല്ല.